إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യാം. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 5 ബാധ്യതയാണ്. അള്ളാഹു നമ്മളൊരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ നേരെ മനുഷ്യർക്ക് 7 ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. 7 ബാധ്യതകൾ. അതെന്തൊക്കെയാണ്? അള്ളൊരു കാര്യം കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ചെയ്താൽ നമുക്ക് നമ്മുടെ മുമ്പിൽ 7 കാര്യങ്ങൾ വരുന്നുണ്ട്, 7 ബാധ്യതകൾ. ഒന്ന് അൽ ഇൽമു ബിഹി, ആ കൽപ്പന എന്താന്ന് അറിയാം. വിരോധിച്ചതാണ്, എന്താണ് ആ വിരോധം എന്ന് അറിയലാണ് ഒന്ന്. 2 മഹബത്തു, അത് പിന്നെ ഇഷ്ടപ്പെടുക. 3 അത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം. 4 തീരുമാനം മാത്രം പോരാ, പിന്നെ അത് ചെയ്യണം. 5 അത് ഖാലിസായിരിക്കും, ഇഖ്ലാസോട് കൂടി ചെയ്യണം. ശറഅ് പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യണം. 6 അതിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പലതുണ്ട്, അത് ശ്രദ്ധിക്കണം. ചെയ്തത് പൊളിഞ്ഞു പോണ കാര്യങ്ങൾ. 7 കാര്യം പിന്നെ അതിൽ സ്ഥിരമായി, എപ്പോഴെങ്കിലും ചെയ്യല്ല, സ്ഥിരം. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഞാനിവിടെ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറയാം. അള്ളൊരു കാര്യം കൽപ്പിച്ചാൽ അത് അറിയണം, വിരോധിച്ചാൽ അതെന്താന്ന് അറിയാന്നുള്ളതാണ്. അപ്പോൾ അതറിയണമെങ്കിൽ അത് നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മളെ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി വലിയ അപകടത്തിലാണ്. എന്നാലോ നമ്മുടെ മോചനത്തിൻ്റെ വഴിയാണ് അത് അറിയാന്നുള്ളത്, പിന്നെ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതറിയാൻ നമ്മുടെ മുമ്പിൽ വഴിയില്ല എന്നൊക്കെ. അത് ചിലപ്പോൾ കുറേ യാത്ര ചെയ്യണം, വിമാനം വഴി പോകണം, ലക്ഷങ്ങൾ ചെലവഴിക്കണം എന്നൊക്കെയാണെങ്കിലോ നമ്മൾ പോകേണ്ടി വരും. അത്ര വലിയ കാര്യമാണ്. അത് പോയ ഉടനെ തന്നെ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് വരാൻ പറ്റില്ല. അവിടെ തമ്പടിച്ച് പാർക്കണമെങ്കിൽ പാർക്കേണ്ടി വരും. കാരണം നമ്മുടെ മോചനത്തിൻ്റെ വഴിയല്ലേ, രക്ഷൻ്റെ വഴിയല്ലേ. എന്നാൽ നമ്മുടെ ശറയിൽ ഈ ജാതി ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇവിടെ ഇപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. ദുൽഹിജ മാസം തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ഒരു വിഷയം, അതോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന. കാരണം ഈ കാര്യം അറിയാനുള്ള പല വഴികളാണ് നമ്മുടെ മുമ്പിൽ വന്നത്. പല രൂപത്തിൽ ഇത് മനസ്സിലാക്കാനുള്ള വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ലളിതമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയം എന്താണ്? ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യുക. ഹുവ ജിതബാക്കും, അവൻ നിങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെയോ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിൽ നിങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടും നിശ്ചയിച്ചിട്ടില്ല, ഒരു പ്രയാസമില്ല, വളരെ ലളിതമാണ്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, അത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗമാണ്, അദ്ദേഹത്തിന്റെ മില്ലത്താണ്.
അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസമില്ല. അള്ളാഹ് കൽപ്പിച്ച ഒരു വിഷയം, അതിൽ ഏറ്റവും വലിയ വിഷയം എന്താണ്? തൗഹീദാണ്. അള്ളാഹ് വിലക്കിയ വിഷയം, അതിൽ ഏറ്റവും വലിയ അപകടം പിടിച്ച വിഷയം എന്താണ്? അത് ശിർക്കാണ്. ഇതറിയാൻ എന്താ പിന്നെ ചെയ്യുക? അതിന് അങ്ങോട്ട് പോകണം, ഒന്നും വേണ്ട, വളരെ എളുപ്പമാണ്. അത് പല രൂപത്തിൽ ഇസ്ലാം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷയമാണ് ഇപ്പം നടക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പം ഹജ്ജിൻ്റെ സമയമുള്ള ഹജ്ജിനെ പറ്റി അതിനെപ്പറ്റി പഠനം നടത്തി, അത് കൂടുതൽ പഠിക്കൊന്നും വേണ്ട, കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് മുഴുവനും തൗഹീദാണെന്ന് പറയുന്നത്. ഹജ്ജ് മുഴുവനും തൗഹീദാണ്. അതിന്റെ തുടക്കം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞു, അറിയിക്കണം, മാലോകരെ അറിയിക്കണം, വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, ജനങ്ങളെ താങ്കൾ അറിയിക്കണം ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ എഴുത്തൂക്ക് അവർ വരും. രിജാലം നടന്നുകൊണ്ട് വരുന്നവരുണ്ട്, വാഹനപ്പുറത്ത് വരുന്നവരുണ്ട്, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് അവർ വരും. അപ്പൊ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയിച്ചിട്ട് ആര് കേൾക്കാനാണ്? ഞാൻ ഈ മക്കയിൽ വെച്ചിട്ട് ഇവിടുന്ന് വിളംബരം ചെയ്ത് എന്റെ ശബ്ദം ആരാ കേൾക്കുക? അപ്പൊ അള്ളാഹ് പറഞ്ഞു, കേൾപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ അള്ളാഹ് അറിയിച്ചു. അപ്പൊ അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ് എല്ലാവരും ഹജ്ജിന് പോകണം. ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ വർഷവും ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹജ്ജിനെ പറ്റിയുള്ള വിശദമായ കാര്യത്തിലെല്ലാം പറയണം. അതിലടങ്ങിയ കാര്യം മുഴുവനും തൗഹീദിന്റെ സന്ദേശമാണ് എല്ലാം. കാരണം റബ്ബിന്റെ വിളിക്ക്, അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ് ഹാജിമാര് പോണത്, വേറെ ആരും വിളിക്കല്ല. റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് വലിയൊരു സദ്യയാണ് അവിടെ ഒരുക്കി വെച്ച്. അത് കുറ്റമറ്റ രീതിയിൽ ഹജ്ജ് നിർവഹിച്ചാൽ ഇന്ന് പ്രസവിച്ച കുട്ടിയെപ്പോലെ പാപങ്ങളില്ലാത്തവനായി മാറും. അതുകൊണ്ടാണ് അവരെപ്പറ്റി അള്ളാഹുവിന്റെ അതിഥികൾ, തുയൂഫുർ റഹ്മാൻ എന്നൊക്കെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ കാര്യം, ഹജ്ജുമായി ബന്ധപ്പെട്ട് വേറെ കാര്യം പറയാം. ഹിജറ 9 മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ നമ്മുടെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പറഞ്ഞേക്കും. അന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കേണ്ട ചില വിഷയങ്ങൾ പറയാണ്. അതിലൊന്ന്, ലാ യദ്ഖുലുൽ ജന്ന ഇല്ലാ നഫ്സും മുഅ്മിന. മക്കയിൽ പോയി പ്രഖ്യാപിക്കാൻ പറയാം, മദീനയിൽ നിന്ന് സിദ്ദീഖിനെ പറഞ്ഞയച്ചിട്ട് പരസ്യപ്പെടുത്തണം, ഇനി മുവഹിദുകൾ മാത്രമേ സ്വർഗത്ത് പോവുള്ളൂ. എല്ലാവരും മതി, ജീവിതം നന്നായ മതി എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ടല്ലോ, തോന്നിയമാതിരി ജീവിച്ച സ്വർഗത്ത് പോകും വിചാരിച്ചിട്ട്. അത് നടക്കൂല. ഇനി മുതൽ തൗഹീദുള്ളവർ മാത്രമേ സ്വർഗത്ത് പോകൂ എന്ന് പ്രഖ്യാപിക്കൂന്ന. മറ്റൊന്ന്, അലാല യഹ്ജുൽ ബൈത്ത ബഅദൽ മുശ്രിക്. ഇനി ഈ കൊല്ലത്തിന് ശേഷം ഒറ്റ മുശ്രിക്കും ഹജ്ജ് ചെയ്യാൻ പാടില്ല. അന്നൊക്കെ അതൊരു വിലക്കായിരുന്നു. കാരണം അത് തൗഹീദിന്റെ കേന്ദ്രമാണ്. ആനാ ഇബ്രാഹിം അലൈഹി സ്വലാം അതിനുവേണ്ടി ജീവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഇനി മുതൽ ഒരൊറ്റ മുശ്രിക്കും ഇവിടെ തവാഫ് ചെയ്യാൻ പാടില്ല. പിന്നെ കുറേ ഉണ്ട്, നഗ്നരായി തവാഫ് ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഹജ്ജിന്റെ ഓരോ കാര്യം എടുത്താൽ അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയത്തെ ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹജ്ജ് വളരെ വിശദമായി പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു റസൂൽ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിൽ ഓരോ കാര്യവും, ദുൽഹിജ്ജ മാസം എന്ന് നമുക്കറിയാം, അല്ല അഷ്ഹറുൽ ഹജ്ജ് എന്ന് പറഞ്ഞ അഷ്ഹറുൽ ഹജ്ജ് 3 മാസമാണ് പറയാറുള്ളത്. അതേതാ? ഒന്ന് ദുൽഖഅദ. ദുൽഖഅദിൽ ഹജ്ജിന്റെ ഒരു പ്രവർത്തനമില്ല ശരിക്ക്. പക്ഷെ അന്ന് മുതൽ അതിന് ഒരുക്കങ്ങൾ തുടങ്ങണം. പിന്നെ അവരുടെയൊക്കെ മനസ്സ് മക്കയായിട്ട് ബന്ധപ്പെടുകയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് പിന്നെ ഹജ്ജ് അതുമായി ബന്ധപ്പെട്ട പോലെ ഇതുണ്ട്. അപ്പൊ ഏതായാലും ശരി, അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, ഫഅഹല്ല ബിത്തൗഹീദ്. നബി പിന്നെ തൗഹീദ് പ്രഖ്യാപിച്ചു എന്നാണ്. തൽബിയത്തിനെ പറ്റിയാണ് പറയുന്നത്. എന്താണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഹജ്ജിലേക്ക് പ്രവേശിച്ചിട്ട് തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു, നിനക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. റബ്ബിന് വീണ്ടും വീണ്ടും നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല. പിന്നെ എല്ലാ നിയമത്തും എല്ലാ ഹംദും അതിൻ്റെയൊക്കെ ഉടമ നീയാണ്. എല്ലാ ആധിപത്യവും നിനക്ക് മാത്രമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ തൗഹീദ് അവിടെ വിളംബരം ചെയ്തുകൊണ്ടാണ്. പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഹജ്ജിന്റെ സമയത്തുള്ള ഒരു നിയമമാണ് ഈ പറഞ്ഞിട്ടുള്ളത്.
ഇതുവഴി നമുക്കറിയാം ചില ആൾക്കാരുടെ വാദത്തെ ഇവിടെ തകർത്ത് തരിപ്പണാക്കുന്നൊരു വിഷയം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയാം, ചിലർ പറയലുണ്ട് ഞങ്ങൾ അള്ള കൊടുത്ത കഴിവെന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാല്. ചിലർ അവർക്ക് കുറെ ഹക്കുണ്ട്, അവർക്ക് ജാഹുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കണമെന്നത്. പിൽക്കാലത്തൊക്കെ ഷിർക്കിന്റെ തെളിവായിട്ടൊക്കെ പറയുന്നൊരു വിഷയമാണിത്. ഷിർക്കല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് വിഷയമല്ല ഇവിടെ. കാരണം അബൂജഹലും കൂട്ടരും തെൽബിയത്ത് നടത്തിയിട്ടുണ്ട്. എന്താ അവരുടെ തെൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. അവിടെ എത്തിയപ്പോൾ നബി ഖത്ത് അവിടെ നിർത്തു പറഞ്ഞു. പക്ഷെ അവരവിടെ നിർത്തിയില്ല. ഇല്ലാ ശരീകൻ തംലികുഹു വമാ മലക്, നിനക്കൊരു പങ്കുകാരനുണ്ട്, അത് നിന്റെ അധീനതയിലുള്ളതാണ്, കാരണം നീ കൊടുത്ത കഴിവുള്ള ആളാണ്. അപ്പൊ ഇന്ന് ചിലർ പറയും ഞങ്ങൾ അള്ളാനെ പോലെ ബദരീങ്ങളെ കാണുന്നില്ല, അള്ളാനെ പോലെ മൊയ്തീൻ ശൈഖിനെ കാണുന്നില്ല, അള്ളാനെ പോലെ വേറെ ആളും സമാക്കണില്ല, ഞങ്ങൾ അള്ള കൊടുത്ത കഴിവെന്നാ ചോദിക്കലെന്നറിയില്ലേ. ഇതെന്നെ മക്കയിലെ മുശ്രിക്കുകളും പറയണത്. നിനക്കൊരു പങ്കുകാരില്ല, പക്ഷെ ഒരു തരം പങ്കുകാരുണ്ട്, അത് അവർക്ക് നീ കൊടുത്ത കഴിവെന്ന അതാ ചോദിക്കണത്. അപ്പൊ അവിടെ നിലനിൽപ്പില്ല. തൗഹീദാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, തൽബിയത്തിൽ പോലും പഠിപ്പിക്കാൻ. അപ്പൊ ചിലര് ഞങ്ങളുടെ അള്ള കൊടുത്ത കഴിവെന്നാണ്. കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പൊ എന്തോ ഉറപ്പാൻ നമുക്കുണ്ട്. ചില ഔലിയാക്കൾ അത് കൊടുത്തിട്ടുണ്ട്, അവരെ ഹക്കാണ്, അവരെ ജാഹ്. അവർക്ക് ചില ആൾക്കാർക്ക് അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടബന്ധയിലുണ്ട്. ഒന്ന്, അവർക്കൊക്കെ ഹക്ക് ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ വിവരം കിട്ടിയായി. രക്തസാക്ഷിന്റെ വിഷയത്തിൽ പോലും ഒരാൾ രക്തസാക്ഷിയാണ്, അയാൾ സ്വർഗത്തിലാന്ന് നബി പറഞ്ഞപ്പോൾ അയാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ എനിക്കെന്താ അവകാശം എന്ന് ചോദിച്ചു. അതൊരു സഹാബിനെ പറ്റിയപ്പോ ചോദിച്ചത്. അത് സ്വർഗം വിധിക്കാൻ നീ ആരാ? നബി തിരുമേനി ചോദിച്ചതാ. നമുക്ക് ആരും മനസ്സൊന്നും അളക്കാനും മനസ്സിലാക്കാനും പറ്റൂല. അപ്പൊ വേറൊരുത്തന്റെ ഹക്ക് കൊണ്ട് ഹക്കുണ്ട് നമുക്ക് എന്നെ അറിയും. ഇനി മറ്റൊന്ന് ഹക്കുണ്ട് വിചാരിക്കുക, ഓനെ ഹക്കുണ്ടെങ്കിൽ നമ്മളാ ചോദിക്കല്. നമ്മൾ ഹക്കുണ്ടാക്കാൻ വേറെ പണിയെടുക്കാന്നല്ലാതെ മറ്റോന് ഹക്കുണ്ട് അതുകൊണ്ട് എനിക്ക് തരിക എന്നാ പറയും. എന്തൊരു പൊട്ടത്തരാണ്. അതുപോലെ ജാഹ് കൊണ്ട് അവന്റെ സ്ഥാനം കൊണ്ട് എനിക്ക് തരിക, അവന്റെ സ്ഥാനം കൊണ്ട് എനിക്കാ തരല്. അത് അവന്റെ സ്ഥാനം റബ്ബിനോട് അവളെ അടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്ക് സ്ഥാനം ഉണ്ടാക്കാനുള്ള പണി നമ്മളെടുക്കുക, നമുക്ക് ഹക്ക് ഉണ്ടാക്കാനുള്ള പണി നമ്മളെടുക്കുക എന്നല്ലാതെ ഈ ജാതി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആൾക്കാർ ശിർക്കിലേക്ക് പോകുന്നത്. നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇതൊക്കെ ഈ തെൽബിയത്ത് എടുത്താൽ തന്നെ തകരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ ഇത് മുഴുവനും പണ്ഡിതന്മാർ വിശദീകരണം എല്ലാം കൂടി ഞാനിവിടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല. ഇനി തവാഫ് തുടങ്ങിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിനെ പറ്റി പറഞ്ഞു. മക്കയിലെത്തിയ ഹജ്ജിന്റെ ഒക്കെ കർമ്മം തുറന്ന് ആദ്യം ഉംറ നിർവഹിക്കുക. അപ്പൊ ഹജ്ജ് തവാഫുൽ ഖുദൂം ഉണ്ടല്ലോ, ഈ തവാഫിനെ പറ്റിയും പിന്നെ സഫാ മർവക്കിടയിലെ നടത്തം, അതിനെപ്പറ്റിയുള്ള കാര്യമൊക്കെ റസൂൽ തിരുമേനി പറഞ്ഞു. അതുപോലെ ജംറകളിൽ കല്ലെറിയ ഈ വിഷയത്തെപ്പറ്റി. ഇന്നമാ ജുഇല തവാഫ് ബിൽ ബൈത്ത് വബൈന സഫാ വൽ മർവ വറമിൽ ജിമാർ ലിഇഖാമത്തി ദിക്രില്ലാഹ്. എന്തിനാ തവാഫ്, എന്തിനാ സഅയ്, എന്തിനാ ജംറകളിൽ കല്ലെറിയണത്? ലിഇഖാമത്തി ദിക്രില്ലാഹ്, അള്ളാന്റെ ദിക്ർ നിലനിർത്താൻ. ഹജ്ജിലുടനീളം ദിക്റുകളാണ്. ആ ദിക്റുകൾ രണ്ടു തരം എന്നാ പറഞ്ഞേ. ഒന്ന് ദുആ മസ്അല, മറ്റൊന്ന് ദുആ ഇബാദ എന്ന് പറയും. ദിക്ർ ഈ രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ. ഒന്ന് അള്ളാഹിനോട് ചോദിക്കുക, ചോദ്യം മുഴുവൻ അള്ളാഹിനോട്. എവിടെങ്കിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലോ അതുപോലെ മറ്റുള്ള അമ്പിയാക്കളുടെ ജീവിതത്തിലോ അള്ളാഹിനോട് അല്ലാതെ ചോദിച്ച ഏതെങ്കിലും ഒരു രംഗം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടുള്ള സംസാരമല്ല പറഞ്ഞു. മരിച്ചതിന് ശേഷം എത്ര വലിയ മഹാന്മാരാണെങ്കിലും, അതുപോലെ സഹാബികൾ റസൂൽ തിരുമേനി ഹജ്ജ് ചെയ്തപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ ഇബ്രാഹിം നബിയോട് വല്ലതും ചോദിച്ച് പറയാൻ പറ്റും. ആ പ്രാർത്ഥനകൾ മുഴുവൻ അള്ളാഹിനോട് മാത്രം. പിന്നെ ദിക്ർ മുഴുവൻ റബ്ബുമായി ബന്ധപ്പെട്ടതാ. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് പരിശുദ്ധൻ, അള്ളാഹ് പരിശുദ്ധൻ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും മഹാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനയില്ല. ഇങ്ങനെ എടുത്ത് ഏത് ദിക്റുകൾ എടുത്തു കഴിഞ്ഞാലും അപ്പൊ ഹജ്ജിലുടനീളം ഈ തൗഹീദിന്റെ പ്രഖ്യാപനങ്ങളും വിളംബരങ്ങളുമാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തവാഫ് ചെയ്തിങ്ങനെ വരുമ്പോൾ റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും വടക്കെത്തിയാൽ ഒരു പ്രത്യേക പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. അതെന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതവിടെ വെച്ചുള്ള റബ്ബിനോടാണ്. ദുനിയാവിലും ഖൈറ് വേണം, പരലോകത്തിലും ഖൈറ് വേണം, നരകത്തിൽ നിന്ന് അല്ലാഹു നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന. 7 വട്ടം തവാഫ് ചെയ്താൽ പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരത്തിൽ ഒന്ന് ഫാത്തിഹ സൂറത്തിൽ എന്താ പറയണത്? ഒക്കെ റബ്ബുമായി ബന്ധപ്പെട്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കും, നിന്നോട് മാത്രം സഹായം തേടും.
എന്നിട്ട് ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ റക്അത്തിൽ തൗഹീദിന്റെ വിളംബര, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ സത്യനിഷേധികളെ, കാഫിറുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കൂല. ഇതൊക്കെ എന്താ ഇത്രയേറെ എത്ര രംഗങ്ങളിലാണ് നമ്മുടെ ഇത് പഠിക്കണമെങ്കിൽ വേറെ ധ്രുവപ്രദേശങ്ങളിൽ പോയിട്ട് തമ്പടിച്ച് നിൽക്കൊന്നുമില്ല. വളരെ ലളിതമാണ് നമ്മുടെ ദീനിന്റെ ഏത് വിഷയം പഠിക്കാൻ ഒക്കെ എളുപ്പമാണ്. ഈ രണ്ടാമത്തെ റക്അത്തിലെ വിശുദ്ധ ഖുർആന്റെ 1/3 സമാനം എന്ന് പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതേണ്ടത്. മഖാം ഇബ്രാഹിമിന് മുമ്പിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റി അവിടെ നിസ്കരിക്കുക, അല്ലെങ്കിൽ അവിടെ നിസ്കരിച്ചാലും തവാഫ് കഴിഞ്ഞിട്ടുള്ള നിസ്കാരത്തിനെ പറ്റി പറയണം. അതിൽ ഓതേണ്ട ഖുർആന്റെ വചനം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സഅയ് നടത്താൻ വേണ്ടിയിട്ട് സഫ മർവയിൽ എത്തിയാലോ അവിടുന്ന് എന്താ റസൂല് പറഞ്ഞ സഫന്റെ അടുത്തുനിന്ന് എത്തിയാൽ കഅബനെ തിരിഞ്ഞിട്ട് റസൂല് പറഞ്ഞിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനയില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് യാതൊരുവിധ പങ്കുകാരുമില്ല, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദഹു, അല്ലാഹു ആണ്, അവനാ അല്ലാതെ വേറെ ആരാധ്യനയില്ല, അവന്റെ കരാർ പൂർത്തിയാക്കി. വനസറ അബ്ദു, തന്റെ അടിമയെ സഹായിച്ചു. വഹസമൽ അഹ്സാബ വഹദഹു, എല്ലാ